ഇതിനെ KPCCയുടെ നേതാക്കന്മാരെ, അതായത് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അല്ലെങ്കിൽ KPCC പ്രസിഡന്റ് തുടങ്ങി കേരളത്തിലെ പ്രധാനപ്പെട്ട KPCCയുടെ എല്ലാ നേതാക്കന്മാരെയും ഹൈക്കമാൻഡ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വിളിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള അഭ്യൂഹങ്ങളാണ് നിലനിൽക്കുന്നത്. എന്താണ് ഇത്ര പെട്ടെന്ന് ഒരു വിളിപ്പിക്കാനുള്ള കാര്യം? എന്താണ് അതിന്റെ മറ്റ് സാധ്യതകൾ? തീർച്ചയായും KPCC പ്രസിഡന്റ്, KPCC വർക്കിംഗ് പ്രസിഡന്റുമാര്, മുൻ പ്രസിഡന്റുമാര്, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ ഡൽഹിയിലേക്ക് AICC വിളിപ്പിച്ചതിന്റെ പ്രധാന ലക്ഷ്യം നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്നു. കഴിഞ്ഞ തവണ ലോക്കൽ ബോഡി ഇലക്ഷനിൽ കോൺഗ്രസിന് അത്ര മികച്ച വിജയം സ്വന്തമാക്കാൻ കേരളത്തിൽ കഴിഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, കയ്യിലുണ്ടായിരുന്ന കോർപ്പറേഷനുകളും ജില്ലാ പഞ്ചായത്തും നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. കൂടാതെ നിയമസഭാ തെരഞ്ഞെടുപ്പും 2026 ഇനി 6 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. പാർട്ടിയുടെ സംഘടന പുനഃസംഘടനയും ചർച്ചാ വിഷയമായി. കണ്ണൂർ കോർപ്പറേഷൻ മാത്രമാണ് കിട്ടിയത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ചർച്ചയായത് തെരഞ്ഞെടുപ്പ് തന്നെയാണ്. പുനഃസംഘടനയൊക്കെ ഒരു വിഷയം ചർച്ച ചെയ്തു എന്നല്ലാതെ പ്രധാനമായും കേരളത്തിലെ നേതാക്കന്മാർക്ക് കൃത്യമായി, മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള AICCയുടെ നേതാക്കന്മാർ കൃത്യമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടണം. അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റിലധികം നേടി അധികാരത്തിൽ വരാനുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണം. ഞാൻ മനസ്സിലാക്കിയത് പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും എന്തെല്ലാമാണ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്ലാൻ, ആ കാര്യം കൃത്യമായി അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നവംബർ മാസം 1-ാം തീയതിയോടുകൂടി കേരളത്തിലെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പോവുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് 1-ാം തീയതി തുടക്കം കുറിക്കാൻ കഴിയും. ഏതൊക്കെ രൂപത്തിൽ, ഏതൊക്കെ സ്ഥലങ്ങളിൽ പ്രചരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം കേരളത്തിൽ തീരുമാനിക്കാനാണ് AICC പറഞ്ഞിരിക്കുന്നത്. ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടണം. പാർട്ടിക്കകത്ത് ഗ്രൂപ്പിന്റെ പേരിലോ മറ്റെന്തിന്റെ പേരിലോ ഒരു അവസരങ്ങൾ ഉണ്ടാകരുത്. ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിട്ട് കൂടുതൽ സീറ്റുകളിൽ ജയിച്ചു വരണം. നഗരസഭകളിലും കോർപ്പറേഷനുകളും ജില്ലാ പഞ്ചായത്തുകളും പിടിച്ചെടുക്കണം എന്ന കൃത്യമായ നിർദ്ദേശം AICCയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. AICC കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന ദീപാദാസ് മുൻഷി മുഴുവൻ സമയം തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ കേരളത്തിലുണ്ടാകും. കൂടാതെ കേരളത്തിന്റെ വാർ റൂമിന്റെ ചുമതല കർണാടകക്കാരനായ ഒരു വ്യക്തിക്ക് നൽകിയിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പ് ചുമതല നൽകിയതും കേരളത്തിലെ നേതാക്കന്മാർ പോലും അറിയാതെ AICCയുടെ പെട്ടെന്നുള്ള ഒരു തീരുമാനമായിരുന്നു. എന്തായാലും 1-ാം തീയതി കേരളത്തിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗികമായി തുടക്കം കുറിക്കാൻ പോകുന്നു. ഓരോ A-B-C കാറ്റഗറി തിരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് AICC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡൽഹിയിൽ നിന്നും ലഭ്യമായ കൃത്യമായ വിവരമാണിത്. കഴിഞ്ഞ വർഷം പാർത്തൻ പറഞ്ഞതുപോലെ കണ്ണൂർ കോർപ്പറേഷൻ മാത്രമാണ് കോൺഗ്രസിന് ഭരിക്കാൻ കഴിഞ്ഞത്. എറണാകുളം കോർപ്പറേഷൻ, കൊച്ചിൻ കോർപ്പറേഷൻ തിരിച്ചു പിടിക്കണം എന്ന കൃത്യമായ നിർദ്ദേശം പ്രതിപക്ഷ നേതാവിനും KPCC പ്രസിഡന്റിനും ലഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിക്കാനുള്ള പ്രവർത്തനം നടത്തണമെന്ന നിർദ്ദേശമുണ്ടായിട്ടുണ്ട്. കോഴിക്കോട് കോർപ്പറേഷൻ, കൊല്ലം കോർപ്പറേഷൻ, തൃശൂർ കോർപ്പറേഷൻ കഴിഞ്ഞ തവണ CPM ഭരിച്ചത്, അല്ലെങ്കിൽ CPM ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് വിമതനായ MK വർഗീസിനെ കൂട്ടുപിടിച്ചിട്ടാണ്. ഇപ്പോൾ നമുക്ക് അവിടെ തൃശൂരിൽ നിന്ന് ലഭിക്കുന്ന വിവരപ്രകാരം MK വർഗീസ് ഈ അടുത്ത് തന്നെ BJPയിൽ ചേരും എന്നാണ്. തൃശൂർ കോർപ്പറേഷൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അത് തിരിച്ചു പിടിക്കണം. അതോടൊപ്പം തന്നെ എറണാകുളം കോർപ്പറേഷൻ CPM ഭരിക്കുന്നത് കോൺഗ്രസ് വിമതരെയും അതോടൊപ്പം UDF വിമതരെയും കൂട്ടുപിടിച്ചിട്ടാണ്. ആ എറണാകുളം കോർപ്പറേഷൻ തിരിച്ചു പിടിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നേരത്തെ തന്നെ DCCയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിരുന്നു. കോർപ്പറേഷനിലെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ ത്രികോണ മത്സരം നടക്കുന്ന ഒരു കോർപ്പറേഷനാണ്. BJPയും വളരെ ശക്തമായ, അത് ഏത് വിധേനയും അംഗങ്ങളുടെ ബലം കൂട്ടണം, എണ്ണം വർദ്ധിപ്പിക്കണമെന്ന കൃത്യമായ നിർദ്ദേശമുണ്ട്. കൊല്ലം കോർപ്പറേഷനിലും നമ്മൾ കരുതിയതുപോലെയല്ല, ത്രികോണ മത്സരത്തിന്റെ ഒരു പ്രതീതിയിലേക്ക് കൊല്ലം കോർപ്പറേഷൻ എത്തിയിട്ടുണ്ട്. അവിടെയും ഏറ്റവും മികച്ച മത്സരം കൊല്ലത്തുണ്ടാകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ണൂർ കോർപ്പറേഷൻ ഇത്തവണയും ഭരിക്കാമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ. തൃശ്ശൂരും എറണാകുളവും ഏകദേശം തിരിച്ചു പിടിക്കുമെന്ന നിലയിൽ തന്നെയാണ് കാര്യങ്ങളുടെ മുന്നോട്ടുള്ള പോക്ക്. കാരണം തൃശ്ശൂരും എറണാകുളവും തിരിച്ചു പിടിക്കുകയും കണ്ണൂർ നിലനിർത്തുകയും ചെയ്താൽ തന്നെ കോൺഗ്രസിന് ഒരു ബലാബലം ശക്തി ഉണ്ടാകും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ജില്ലാ പഞ്ചായത്തുകളുണ്ട്. ആ ജില്ലാ പഞ്ചായത്തുകൾ തിരിച്ചു പിടിക്കണം എന്നുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. നഗരസഭകൾ തിരിച്ചു പിടിക്കുക. അതോടൊപ്പം തന്നെ BJP ഭരിക്കുന്ന പന്തളം നഗരസഭയും പാലക്കാട് നഗരസഭയും തിരിച്ചു പിടിക്കാനുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കണം. അതോടൊപ്പം തന്നെ മറ്റ് CPMന്റെ കയ്യിലുള്ള നഗരസഭകൾ തിരിച്ചു പിടിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണം എന്ന നിർദ്ദേശമാണ് യോഗത്തിൽ ലഭിച്ചത്. കൃത്യമായി കേരളത്തിലെ നേതാക്കന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. താഴെത്തട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവരുത്, ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിന് നേരിടണം. കൂടാതെ സ്ഥാനാർത്ഥി നിർണയം സുതാര്യമായിരിക്കണം. വനിതകൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ മഹിളാ കോൺഗ്രസിലും പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സ്ഥാനാർത്ഥിത്വം നൽകണം. കൂടാതെ
ഈ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ വോട്ടെടുപ്പ് അങ്ങനത്തെ ഒരു പാറ്റേണിലേക്ക് കാര്യങ്ങൾ പോകരുത്. ബൂത്ത് കമ്മിറ്റിയുടെ വോട്ടെടുപ്പോ മറ്റൊന്ന് ഏകകണ്ഠമായ തീരുമാനം ഉണ്ടാകണം. തീരുമാനം ബൂത്ത് കമ്മിറ്റികൾക്ക് വാർഡ് കമ്മിറ്റികൾ എടുക്കാൻ കഴിയില്ലെങ്കിൽ മേൽക്കമ്മിറ്റിക്ക് വിട്ട് കൃത്യമായി തന്നെ സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ കണ്ടെത്തി തെരഞ്ഞെടുപ്പ് കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടമാണ്. 2 തവണയായി അധികാരത്തിന് പുറത്താണ് കോൺഗ്രസ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് അല്ലെങ്കിൽ മികച്ച പ്രകടനത്തിലൂടെ 50% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഭരണം പിടിച്ചു കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം കണ്ടെത്താൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ ഒരു കണക്ക്. മാത്രമല്ല വേറൊരു കാര്യമുണ്ട്, അതായത് ഏറ്റവും അനുകൂലമായ സാഹചര്യമാണ് കോൺഗ്രസ് മുന്നിലുള്ളത്. കാരണം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും CPM ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളും മൊത്തം അഴിമതിയിൽ മുങ്ങി കുളിച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊരു നല്ല സാധ്യതയാണ് കോൺഗ്രസിന്, അല്ലെ? അത് മാത്രം എടുത്തു പറയുകയാണെങ്കിൽ നമുക്ക് ഈ വർഷം നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ CPMന്റെ പല വാർഡുകളും കോൺഗ്രസിന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പാർത്തൻ പറഞ്ഞതൊരു സൂചനയാണ്. അതായത് ഒരു ഭാഗത്ത് സംസ്ഥാന സർക്കാരിന്റെ അഴിമതി, മറുഭാഗത്ത് ഈ ഭരണസമിതികളുടെ അഴിമതി, അതോടൊപ്പം തന്നെ ആ അംഗങ്ങളുടെ കെടുകാര്യസ്ഥ, ഇതെല്ലാം പ്രചരണ വിഷയമാക്കിയാൽ അത് വോട്ടായി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി കാത്തിരിക്കുകയാണ്. 10 വർഷമായി CPM ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുന്നു. മുച്ചൂടും അഴിമതിയാണ്. അഴിമതി സംസ്ഥാന സർക്കാരിൽ അഴിമതി, നഗരസഭകളിൽ അഴിമതി, ജില്ലാ പഞ്ചായത്തിൽ അഴിമതി, ബ്ലോക്ക് പഞ്ചായത്തിൽ അഴിമതി, പഞ്ചായത്തുകളിൽ അഴിമതി. അഴിമതി കൊണ്ട് പൊറുതുമുട്ടിയ ജനം ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. കോൺഗ്രസ് നേതൃത്വം അത് തന്നെയാണ്. ആ മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ആ മാറ്റത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. അവിടെ തമ്മിലടിച്ച് സാധ്യത നശിപ്പിക്കരുതെന്ന കൃത്യമായ നിർദ്ദേശം നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസ് ഇപ്പോൾ പ്രതിപക്ഷത്തുള്ള പഞ്ചായത്തുകളിലും നഗരസഭകളിലുമെല്ലാം അവിടെ യാത്രകൾ നടത്തി പഞ്ചായത്തിന്റെയും അതോടൊപ്പം തന്നെ നഗരസഭകളുടെയും കെടുകാര്യസ്ഥ ജനങ്ങളെ ബോധിപ്പിക്കുന്നുണ്ട്. വലിയ ക്യാമ്പയിനുകൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് നഗരസഭകളിൽ വലിയ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. വോട്ടർ പട്ടിക കൃത്യമായി പഠിച്ച് തള്ളാനുള്ള വോട്ടർമാരെ തള്ളിച്ച് കൂട്ടിച്ചേർക്കാനുള്ള വോട്ടർമാരെ കൂട്ടിച്ചേർത്ത് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം വോട്ടായി മാറിയാൽ സംസ്ഥാനത്ത് ഒരു 65% വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭരണം പിടിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. സ്ഥാനാർത്ഥി നിർണയം കൂടുതൽ സുതാര്യമാക്കണം. സ്ഥാനാർത്ഥി നിർണയത്തിൽ വനിതകൾ ഉൾപ്പെടുന്ന ആളുകൾ, യുവജനങ്ങൾക്കും ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്കും വനിതകൾക്കും എല്ലാം കൂടുതൽ പ്രാതിനിധ്യം നൽകി സ്ഥാനാർത്ഥി നിർണയം സുതാര്യമാക്കി മാറ്റിയാൽ തന്നെ കോൺഗ്രസിന് ജയിച്ചു കയറാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം അത്രത്തോളം കേരളത്തിലെ ഭരണത്തെ ജനങ്ങൾ മടുത്തിട്ടുണ്ട്. അവർക്ക് ഒരു വോട്ടിനുള്ള ഒരു അവകാശം, വോട്ട് ചെയ്യാനുള്ള ഒരു അവസരത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണെന്നാണ് എന്റെ വിലയിരുത്തൽ. അതിന്റെ കൃത്യമായ രൂപരേഖ തയ്യാറാക്കാനാണ് സംസ്ഥാനത്തെ പ്രധാന നേതാക്കന്മാരെ എല്ലാം ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് ഡൽഹിയിൽ കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തോറ്റിട്ട് ഇങ്ങോട്ട് വരണ്ട, ജയിച്ചിട്ട് വന്നാൽ മതി, ജയിക്കാനുള്ള അവസരമുണ്ട്, അത് മുതലാക്കണമെന്നാണ് കേരളത്തിലെ നേതാക്കന്മാർക്ക് ഡൽഹിയിലെ ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്ന നിർദ്ദേശം.